തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഞങ്ങൾ ഇങ്ങനെ 150 കോടി 140 കോടി 200 കോടി 300 കോടി എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോ, പിണറായി വിജയ കാരണഭൂതമേ, ഇത് നിന്റെ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല, പിന്നെ എവിടുന്ന് കൊടുക്കുന്നതാണ്? സംസ്ഥാനത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. എങ്ങനെ കൊടുക്കുന്നു അറിയണം. നിങ്ങള് ഭരണഘടനയാണല്ലോ ഉയർത്തിപ്പിടിച്ച്, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ. ഭരണഘടനയിൽ 290A എന്ന് പറയുന്ന 290A എന്ന് പറയുന്ന വകുപ്പ് വായിക്കണം കാരണഭൂതമേ. അതിലെഴുതിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായി ഓരോ വർഷവും എത്ര രൂപ സർക്കാർ കൊടുക്കണമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഈ ഹൈന്ദവ സമൂഹത്തിന് സ്വന്തം ചരിത്രത്തെക്കുറിച്ച്, നേരിട്ട അപമാനങ്ങളെ കുറിച്ച്, നേരിട്ട കൊള്ളകളെ കുറിച്ച്, നേരിട്ട ചതികളെ കുറിച്ച് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒട്ടും ബോധവാന്മാരല്ല. ബോധം നശിപ്പിച്ചത് ഈ അന്തംകമ്മികളാണ്. നിങ്ങൾക്കറിയോ 1810, 1815 കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഗൗരി ലക്ഷ്മിബായി, തിരുവിതാംകൂറിലെ മഹാറാണി ഗൗരി ലക്ഷ്മിബായി കേരളം ഭരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അന്ന് കേണൽ മൺറോ, കേട്ടിരിക്കും നിങ്ങൾ, കേണൽ മൺറോ ആയിരുന്നു ദിവാൻ. ബ്രിട്ടീഷുകാർ നിയമിച്ച കേണൽ മൺറോയും ഗൗരി ലക്ഷ്മിബായിയും ചേർന്ന് അക്കാലത്ത് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 1500ഓളം ക്ഷേത്രങ്ങൾ, വൻ വരുമാനമുള്ള 390ഓളം മേജർ ക്ഷേത്രങ്ങൾ, 1200ഓളം മൈനർ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തു. എന്തിനു വേണ്ടിയിട്ടറിയോ? സംസ്ഥാനമാകെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സാമ്പത്തികമായി ആകെ അവതാളത്തിലായ അവസ്ഥയിൽ കേണൽ മൺറോ ഉപദേശിച്ചു, ഹൈന്ദവ ദേവാലയങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന ഭൂമിയുണ്ട്, കുന്നുകൂടി കിടക്കുന്ന വരുമാനമുണ്ട്, കുന്നുകൂടി കിടക്കുന്ന പൊന്നും പണവുമുണ്ട്, പിടിച്ചെടുക്കാൻ. അങ്ങനെയാണ് പ്രത്യേക നിയമത്തിലൂടെ ഈ ഗൗരി ലക്ഷ്മിബായിയും ഈ പറയുന്ന കേണൽ മൺറോയും ചേർന്ന് കേരളത്തിലെ ഹൈന്ദവരുടെ 1500ഓളം ദേവാലയങ്ങൾ കൊള്ളയടിച്ചു. ഇൻവെർട്ടർ കോമയിലാണ് ഞാൻ പറയുന്നത്, കൊള്ളയടിച്ചു. ഇത് സ്വന്തമാക്കി, ഇത് ഏറ്റെടുത്തു, സർക്കാർ ഏറ്റെടുത്തു. അതിന്റെ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ നമ്മളെ ഭരണഘടനയിൽ എഴുതി വെച്ചു. ഓരോ വർഷവും ഇതിന്റെ ഒരു ഭാഗം തമിഴ്നാട്ടിലുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഭാഗം തമിഴ്നാട്ടിലുമുണ്ട്. തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഓരോ വർഷവും നിശ്ചിത തുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയാണ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് അക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഇൻവെർട്ടർ കോമയിൽ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഓശാരമല്ല, നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസയല്ല. ഇന്ത്യൻ ഭരണഘടന പറയുന്നതാണ് നഷ്ടപരിഹാരമായി കൊടുക്കണം. എത്ര പേർക്കറിയാം ഈ വക കാര്യങ്ങൾ? ഇവരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടാ തോന്നും ദേവസ്വം ബോർഡ് ഇങ്ങനെ പൈസ ഇങ്ങനെ കൊണ്ടുകൊടുക്കുകയാണെന്ന്. അന്നത്തെ ഭരണഘടന എഴുതുന്ന കാലത്തുള്ള 45 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 45 ലക്ഷത്തോളം രൂപയാണ് ഒരു വർഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത്. അത് ഇന്നത്തെ മൂല്യം അനുസരിച്ച് എത്രയുണ്ടാവും എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എന്നിട്ട് ശബരിമലക്ക് ഞങ്ങൾ എന്തോ കൊടുക്കുന്നത്രേ. അത് പറഞ്ഞപ്പോഴാണ് കോവിഡ് കാലത്ത് ശബരിമലക്ക് 140 കോടി കൊടുത്തു, 120 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിണറായി വിജയന്റെ ശബ്ദം നിലച്ചുപോയത്. 4 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ ശബ്ദം തിരിച്ചു വന്നതല്ല വിജയ. അയ്യപ്പൻ ഒരു സൂചന മാത്രമാണ് നൽകിയത് കേട്ടോ, ഒരു സൂചന മാത്രമാണ് നൽകിയത്. ഇനി ഇങ്ങനെ കള്ളത്തരം പറയരുത് കേട്ടോ. അയ്യപ്പ സംഗമം ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ വാസവൻ സഖാവ് ചാനലുകളൊക്കെ നടന്നിട്ട് പറയാണ് ഈ അയ്യപ്പ സംഗമം വൻ വിജയമാണ്. ആൾക്കാർക്ക് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് ഇരിക്കാനൊന്നും കസേരകളില്ലായിരുന്നു. കസേരകൾ പകുതി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പിന്നുള്ള ആൾക്കാർ എണീറ്റ് പോയി, ഈ ബോറടി സഹിക്കാൻ പറ്റാനായിട്ട്. എന്നിട്ട് ഇതിനൊക്കെ അനുകൂലിക്കുന്ന ഒരു മലയാളം ചാനൽ ഉണ്ട് കേട്ടോ. കൈരളിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. റിപ്പോർട്ടർ മരമുറി ചാനൽ, അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് നാട്ടുകാരൊക്കെ. അതായത്
മരമുറിയിലൂടെ, അതായത് നമ്മുടെ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അതിന്ന് കിട്ടിയ പൈസ കൊണ്ട് തുടങ്ങിയ ചാനലാണ് ഈ മരമുറി ചാനൽ. അപ്പം ഈ റിപ്പോർട്ടർ ചാനലില് മൊട്ട അരുൺ ഇരുന്നും കണ്ടിങ്ങനെ ന്യായീകരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവനും മൊട്ട അരുണിന്റെ ന്യായീകരണമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മുഴുവൻ തുടങ്ങിയതാണ് മൂപ്പര്. അതായത് ഇന്നലെ ചാനലുകളൊക്കെ പറഞ്ഞിരുന്നു ഏതാണ്ട് 4600ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിൽ, ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിൽ 600 ചില്ലാൻ ആൾക്കാർ മാത്രമാണ് പങ്കെടുത്തത്. അതിന്റെ ഒരു 8-ൽ 1 ഭാഗമാണ്, 7-ൽ 1 ഭാഗം മാത്രമാണ് പങ്കെടുത്തത്. പിന്നെ ഒരു 500ഓളം മറ്റ് പ്രതിനിധികളും എല്ലാം കൂടിയും നുള്ളിപ്പറിക്കാൻ ഒരു 1000-1500 ആൾക്കാരുണ്ടാവും. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് നില്ലെന്ന് പറഞ്ഞ പന്തല് പകുതിയും ശൂന്യമായിരുന്നു. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ സമ്മേളനം കഴിഞ്ഞ ഉടനെ വിജയ് യേശുദാസിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. അത്രേ 50 ആൾക്കാർ, പോലീസുകാരും അവിടുത്തെ ഈ ക്ലീൻ ചെയ്യാൻ വന്ന ആൾക്കാരും ഇരുന്നിട്ട്, ഒരുപക്ഷെ വിജയ് യേശുദാസ് ജീവിതത്തിൽ ഇങ്ങനെ നാറിയ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ. ആ മഹാനായ കലാകാരനെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ഭഗവാൻ പൊറുക്കൂല കേട്ടോ. അന്തം കമ്മികളെ. എന്നിട്ട് വാസവ സഖാവ് എന്ന് പറയാമല്ലോ, 4000-ലേറെ ആൾക്കാരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോണ്ടല്ലോ ആൾക്കാർ വന്ന് പൊതിഞ്ഞിട്ട് ഇരിക്കാൻ കസേരയില്ലാന്നേ. അപ്പം പിന്നെ സഖാവെ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ വെള്ള കസേരകളാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഈ വെള്ള കസേരകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ രാവിലെ പുലർച്ചെടുത്ത ദൃശ്യങ്ങളല്ലേ. മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്ക് നാടൊട്ടുക്കും ലോകം മുഴുവനും പമ്പയിലേക്ക് ഇങ്ങനെ രച്ചു വരികയായിരുന്നു. അവസാനം ആൾക്കാർക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടേ നിൽക്കാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വസന്ത സഖാവിന്റെ തള്ളാണ്. അറിയാതെ ചോദിക്കാണ്, ഇതൊക്കെ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? വസന്ത സഖാവിന് മാത്രം കുറ്റപ്പെടുത്തണ്ട, മുന്തിയ മറ്റേ അപ്പൻ സഖാവ് കളിമാഷൊക്കെ പുച്ഛേനു. ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണട്ടോ. ഈ മനുഷ്യനൊക്കെ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോകും. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് അയ്യപ്പ സംഗമം മഹാസംഭവം, മഹാവിജയം, ആളുകൾ ഇങ്ങനെ ഇരച്ച് കയറിയിട്ട് ഒരു നിവൃത്തിയില്ലെന്ന് പറയുന്നത്. കസേരയൊക്കെ നിങ്ങൾക്ക് തോന്നിയതാണ്, കണ്ണിന്റെ പ്രശ്നമാണ് എന്നാ പറയുന്നത്. കണ്ണിന്റെ പ്രശ്നം ഇവർക്കാണ്, കണ്ണിന്റെ പ്രശ്നം ഇവർക്കാണ്. അപ്പൊ ജനങ്ങളെല്ലാവരും, കേരളത്തിലെ മൊത്തം ജനങ്ങൾ പിണറായി വിജയന്റെ ഈ തട്ടിപ്പ് നാടകം കയ്യോടെ പൊളിച്ച് കൈ കൊടുത്തു. എന്നാലും ഇവര് ഈ മറ്റേ പണിക്കാരൻ തൈക്കുണ്ടിൽ വീണ പോലെയാണല്ലോ, തൈക്കുണ്ടിൽ വീണ് കിടക്കുകയാണ്. പക്ഷെ പറയുന്നത് എന്താണ്? ഞങ്ങൾ വീണിട്ടില്ല, കാല് രണ്ടും പുറത്താണ്. കാല് രണ്ടും തൈക്കുണ്ടിലല്ല, തൈക്കുണ്ടില് തലയും നമ്മുടെ ശരീരഭാഗം മാത്രമേ ഉള്ളൂ, കാല് രണ്ടും പുറത്താണ്. പിന്നെ ഇങ്ങനെ തൈക്കുണ്ടിൽ വീണെന്ന് പറയാ എന്ന് പണ്ടൊരു കാരണവര് പറഞ്ഞ മാതിരി പിണറായി വിജയന്റെ ശിങ്കിടികളും പറയാണ് അയ്യപ്പ സംഗമം മഹാവിജയം. ഇങ്ങനത്തെ ഒരു ദുരന്തം, അതായത് ഒരു സമ്മേളനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗമം നടന്നിട്ട് പിറ്റേന്ന് നേതാക്കന്മാരെ മുഴുവൻ വന്നിട്ട് ചാനലുകളോട് പറയാണ്, ഇതാ 4200 ആൾക്കാർ വന്ന്. കുറെ ആൾക്കാർ ഈ മരമുറി ചാനലില് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വല്ലാണ്ട് തണുപ്പായപ്പോ കുറെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് കുറച്ച് കസേര കാലിയായത്. പിന്നെ കുറെ ആൾക്കാർക്ക് എന്താ പറയാ, മറ്റ് വേദികളിലേക്കൊക്കെ പോയി. പിന്നെ കുറെ ആൾക്കാർ വെള്ളം കുടിക്കാൻ പോയി, കുറെ ആൾക്കാർ മൂത്രമൊഴിക്കാൻ പോയി. അപ്പോഴൊക്കെയാണ് കസേര ശൂന്യമായതെന്നാണ് നമ്മുടെ മരമുറി ചാനൽ പറയുന്നത്. നാടുനീളെ കണ്ടൊരു സംഭവം. ഇവര് പണ്ട് നിയമസഭ തല്ലി പൊളിച്ചിട്ട് ശിവൻകുട്ടിന്റെ ടീമും ഇ.പി. ജയരാജനും കൂടി അറിയാലോ, നിയമസഭയാകെ അടിച്ചു പൊളിച്ച ഈ ദൃശ്യങ്ങൾ മുഴുവനും കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് ഇവര് കോടതി പോയി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് AI ഇത്ര ചർച്ചാ വിഷയം ആയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ AI നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഈ AI എത്രമാത്രം ഒരു ചർച്ചാ വിഷയം ആകാത്തതുകൊണ്ട് അക്കാര്യം പറഞ്ഞില്ല. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടതൊന്നും വിശ്വസിക്കരുത് എന്നാണ് ഈ കമ്മിക്കൂട്ടങ്ങൾ പറയുന്നത്. അപ്പൊ ഏതായാലും ദേശാഭിമാനിയിൽ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി. എന്നിട്ട് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താ അറിയോ? ഇതിലെ തമാശ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ഉണ്ട്. ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ബൃഹത് പദ്ധതികൾക്ക് രൂപം നൽകി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം കിടന്നു എന്നറിയണോ? അയ്യപ്പ സംഗമം കിടന്നു, ബോധം കെട്ടു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് കേട്ടോ. അതായത്
വിശ്വാസികളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനുള്ള സമാനതകളില്ലാത്ത മുന്നേറ്റം കൂടിയായി മാറിയ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എന്താണെന്നറിയോ? വിശ്വാസികളുടെ ജനാധിപത്യപരമായ അവകാശം സംരക്ഷിക്കാനാണെന്ന്. അതായത് ശബരിമലയിലെ വിശ്വാസികളെ മുഴുവനും വഞ്ചിച്ചുകൊണ്ട് അവരുടെ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് അവിടേക്ക് കുറച്ച് ആക്ടിവിസ്റ്റുകളെ രാത്രിയുടെ മറവിൽ പോലീസ് യൂണിഫോം ഇട്ട് കയറ്റിയിട്ട് ശബരിമല വിശ്വാസികളെ മുഴുവൻ അപമാനിച്ച, അവഹേളിച്ച, അവരുടെ വിശ്വാസികളെ മുഴുവൻ തകർത്തെറിഞ്ഞ, സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. ഇവിടെ എല്ലാ സ്ത്രീകളെയും കയറ്റണം, എല്ലാ സ്ത്രീകളെയും ഇവിടെ കയറ്റണം എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല എന്ന് മറ്റേ പൂമരം പ്രസംഗിച്ചു. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ വിശ്വാസികളെ ആകെ തകർത്ത് കളഞ്ഞ, വിശ്വാസികളാകെ അധിക്ഷേപിച്ച ആ സംഭവം നടന്നിട്ട് ഉളുപ്പും മാനം ഇല്ലാതെ പറയാണ് ഈ കേരളത്തിലെ വിശ്വാസികളുടെ മുഴുവൻ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാനായിരുന്നത്ര ഈ സംഗമം. എന്റെ മക്കളെ, നിങ്ങളെ കണ്ടല്ലോ എന്താ ചെയ്യേണ്ടത്? ഒരു ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അടുത്തുകൂടെ പോയിട്ടില്ല. എന്നും രാവിലെ തലേന്ന് ഛർദിച്ചത് നക്കി തിന്നുക, എന്നിട്ട് ഇറ്റിങ്ങളെ അഭേദ്യം ഇങ്ങനെ കൈ നീട്ടിയിട്ട് നക്കി തിന്നുന്ന കുറെ അടിമകളും. ഇതാണ് ഈ പറയുന്ന അന്തംകമ്മി നേതാക്കന്മാരും അന്തംകമ്മി അണികൾ എന്ന് പറയുന്നത്. നേതാക്കന്മാര് ഛർദിച്ചത് തിന്നുക, അണികള് ഓരുടെ അമേദ്യം എന്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല, അതിങ്ങനെ നക്കി തിന്നുന്ന അടിമകൾ. ഇതാണ് കേരളത്തിലെ പിണറായി വിജയന്റെ ഈ പാർട്ടി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയാൻ പറ്റില്ല. വിജയന്റെ ഫാൻസ് അസോസിയേഷൻ അങ്ങനെ പറയാം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പിണു ഫാൻസ് അസോസിയേഷൻ, PFA എന്ന് നമുക്ക് പേരിടാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ വിശ്വാസികളുടെ മുഴുവൻ ജനാധിപത്യ അവകാശങ്ങളെ ഇന്നലെ പിണു എന്ത് ചെയ്തിരിക്കുന്നു? സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ദേശാഭിമാനിയുടെ ആ വാർത്തയുള്ളത്. ദേശാഭിമാനിയുടെ ഉള്ളില് ദേശാഭിമാനിയുടെ ഉള്ളിൽ ഒരു പേജ് ഏത് പേജാണ്? 4-ാം പേജ് ഫുൾ. ഈ ദേശാഭിമാനിയുടെ ഒരു തട്ടിപ്പ് പരിപാടി കാണിച്ചു കേട്ടോ. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ എന്ന് പറഞ്ഞിട്ട് പടം കൊടുത്തിരിക്കുന്നേ. നിങ്ങൾ ഇതിൽ നോക്കിയാട്ടെ, 1, 2, 3, 4, 5, 6, 7, 8 ഒരു 8 റോ. അതായത് ആ പന്തലിലെ ഒരു 8 നില മാത്രം ക്ലോസപ്പിലാണ് പടം കൊടുത്തത്. 8 നില കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ കസേരകളാണ്. 8 നില കഴിഞ്ഞാൽ പിന്നെ കാണുന്ന 10-50 നിലകൾ മുഴുവനും ഒഴിഞ്ഞത് അവിടെ ആൾക്കാരിരിക്കുന്ന കസേരകളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലോസപ്പ് ഒരു മഹാസമ്മേളനമൊക്കെ പറയും. നമ്മൾ എങ്ങനെയാ പടം കൊടുക്കുക? നിങ്ങൾ ആലോചിക്കട്ടെ, ഒരു മഹാസമ്മേളനം നടക്കുന്നു കോഴിക്കോട് കടപ്പുറത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട വളരെ വിശാലമായ ഒരു സ്ഥലത്ത് ഒരു മഹാസംഗമം കൊടുക്കുമ്പോൾ അതിന്റെ ക്രൗഡല്ല നമ്മൾ കൊടുക്കുക. ആൾക്കാരുടെ തിങ്ങി നിറഞ്ഞ സദസ്സ് നിൽക്കില്ല നമ്മൾ പറയാ. ഇതങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പകുതി കസേര ഒഴിഞ്ഞെടുക്കല്ലേ. അപ്പൊ ദേശാഭിമാനി കൊടുത്തത് ഫ്രണ്ടിൽ ഒരു 8 റോ മാത്രം വലുതാക്കിയാണ്ട് കൊടുത്തിരിക്കുന്നു. എന്തൊക്കെ തട്ടിപ്പാണല്ലേ. തലക്കെട്ട് എന്താണെന്നറിയോ? കടൽ കടന്നും സന്ദേശമാണ്. ഏത് കടലാണ് കടന്നത് നമുക്കറിയില്ല. കടൽ കടന്നും സന്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് 4120. ഇന്നലെ മൊട്ട പറഞ്ഞ കണക്ക്, റിപ്പോർട്ടർ ചാനലിലെ മൊട്ട പറഞ്ഞ കണക്ക്, വാസവൻ പറഞ്ഞ കണക്ക്, ഇന്നും ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പാടിപ്പാടി നടക്കുന്ന കണക്കാണ് 4126. മറന്നു പോകരുതേ. അന്തംകമ്മികള് പഠിക്കണേ. ഈ മഹാസംഗമത്തിൽ ഇനി മുതൽ നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് 623 ആൾക്കാരല്ല, പിന്നെ എത്രയാണ്? 4126. 4126. ഇതാണ് കള്ളക്കണക്ക്. ഈ കണക്കാണ് ദേശാഭിമാനി പറയുന്നത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് 4126 പേർ. ഇമ്മാതിരി ഗതികേട്. ഒരു സംഗമം നടന്നിട്ട് പത്രത്തിൽ പറയാണ് ഈ സംഗമത്തില് ആളില്ല എന്നും അങ്ങനെയൊന്നും വിശ്വസിക്കരുത് കേട്ടോ. 4126 ആൾക്കാർ പങ്കെടുത്തു എന്ന് ഉളുപ്പുമാനില്ലാതെ പറയാണ്. വേറെ കള്ളത്തരം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 182 പേരും പങ്കെടുത്തു. 152 വിദേശ രാജ്യങ്ങളിൽ നിന്ന് 152 പേരത്ര.
ഒരാൾ ഏതെങ്കിലും മലയാളി അല്ലാത്ത ഒരാളെ ഈ തമിഴന്മാർ രണ്ടാൾ വന്നതല്ലാതെ ഏതെങ്കിലും ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചാനലുകൾ മുഴുവനും ഇത് ഒപ്പിയെടുത്തല്ലോ. വിദേശത്ത് നിന്ന് ഒരു 4 ആൾക്കാർ വന്നെങ്കിൽ ക്യാമറ അവരുടെ മുഖത്ത് ഒന്ന് ഫോക്കസ് ചെയ്യില്ലേ? ഏതെങ്കിലും വിദേശികളെ നമ്മൾ കണ്ടോ? നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഭക്തജന കൂട്ടായ്മയിലൊക്കെ, പ്രത്യേകിച്ച് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ വിദേശികളുടെ എന്താ പറയാ ഒരു ബാഹുല്യം നമുക്ക് കാണാം, അല്ലെ? വിദേശികളുടെ ബാഹുല്യം കാണാം. ശ്രീ രവിശങ്കറിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ നേതാക്കളുടെ ഒക്കെ കൂട്ടായ്മകളിൽ വിദേശികളുടെ ബാഹുല്യം നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു വിദേശിന് എന്നിട്ട് പറയാണ് എത്രയാണ് ഇത് കള്ളത്തരം പറഞ്ഞതിന് കണക്കില്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് 152 പേരും പങ്കെടുത്തു. ആകെ 15 രാജ്യങ്ങളിൽ നിന്നും 14 സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തം ഉണ്ടായി. സംഘാടകർ വായിച്ച് ചിരിക്കാതിരിക്കാൻ വയ്യട്ടോ. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി സംഗമം മാറി എന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘാടകർ പിന്നെ എത്ര പ്രതീക്ഷിച്ചത്? സംഘാടകർ ഒരു 100 ആൾക്കാർ പോലും വരില്ല എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു 600 ചില ആൾക്കാർ വന്നു. ഇതാണ് മൂപ്പര് പറയുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായത്രേ. വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ വിജയകരമായി അവസാനിച്ചു. വിജയം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിജയകരമായി അവസാനിച്ചു. 3000 പേരുടെ പങ്കാളിത്തമായിരുന്നു ആദ്യം തീരുമാനിച്ചത്. കൂടുതൽ അഭ്യർത്ഥന വന്നപ്പോൾ 3500 പേരാക്കി. എന്നാൽ അതിലും കവിഞ്ഞുള്ള പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. അപ്പൊ നിങ്ങളാരും നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കരുത്. ഇനി മുതൽ കേരളത്തിലെ ഒരു മനുഷ്യനും നിങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചകൾ വിശ്വസിക്കരുത്. നിങ്ങൾ രാവിലെ തന്നെ വാസവനോട് ചോദിക്കുക. വാസവൻ ചേട്ട, അങ്ങനെയാണ് കോട്ടയത്തെ ആൾക്കാർ വാസവൻ ചേട്ടൻ എന്നാ വിളിക്കുക. വാസവൻ ചേട്ട, ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതായിട്ട് പറയേണ്ടത്? അപ്പൊ വാസവൻ ചേട്ടൻ പറയും, നിങ്ങൾ ഇന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതായത് സ്വന്തം കണ്ണിനെ ഇനി മുതൽ ആരും വിശ്വസിക്കരുത്. പകരം പാർട്ടി AKG സെന്ററിൽ നിന്ന് നമുക്ക് രാവിലെ തന്നെ നിർദ്ദേശം വരും. ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇതിനാണെന്ന് പറയാ ഫാസിസം എന്ന് പറയാം കേട്ടാ. ഇനി കേരളത്തിൽ നിന്ന് 1810 വളരെ കൃത്യമായി കണക്കാട്ടോ. കേരളത്തിൽ നിന്ന് 1819 പേർ പങ്കെടുത്തു. വിദേശ പങ്കാളിത്തം ഇപ്രകാരമാണ്: ശ്രീലങ്കയിൽ നിന്ന് 39, മലേഷ്യയിൽ നിന്ന് 13, കാനഡയിൽ നിന്ന് 12, USA നിന്ന് 5, അബുദാബിയിൽ നിന്ന് 18, ദുബായിൽ നിന്ന് 16, ഷാർജയിൽ നിന്ന് 19, അജ്മാനിൽ നിന്ന് 3, ബഹ്റിനിൽ നിന്ന് 11, ഒമാനിൽ 13, ഖത്തറിന് 10, സിംഗപ്പൂരിന് 8, UK 13, സൗദിയിൽ നിന്ന് 2. ദൈവമേ. മറ്റു സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം: തമിഴ്നാടിൽ നിന്ന് 1545 തമിഴന്മാർ വന്നത്രേ. ആന്ധ്രാപ്രദേശ് ശബരിമല തൊഴാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിനൊക്കെ ഭക്തന്മാർ വന്നിട്ടാവും. ആ കണക്കൊക്കെയാണ് മൂപ്പർ എടുത്തത്. ആന്ധ്രാപ്രദേശ് 50, തെലങ്കാന 182, കർണാടക 184, മഹാരാഷ്ട്ര 43, പോണ്ടിച്ചേരി 53, UP 4 ഉള്ളൂ കേട്ടോ. ഗുജറാത്തിൽ നിന്ന് 4, ഡൽഹിയിൽ നിന്ന് 2, ഹരിയാനയിൽ നിന്ന് 1, ഛത്തീസ്ഗഡിൽ നിന്ന് 4, അസം 1, ഒഡീഷയിൽ നിന്ന് 12. ഇത്രയും ആൾക്കാർ എന്തൊരു കൃത്യമായി കണക്കെന്നറിയോ? എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചാൽ എങ്ങനെ? അപ്പൊ ഇന്ന് മുതൽ ഒരു ഉത്തരവിറക്കണം കേട്ടോ. അതായത് മന്ത്രിമാരെയൊക്കെ ബഹു ചേർത്ത് വിളിക്കുന്നു പറഞ്ഞ പോലെ ഇനി മുതൽ കേരളത്തിൽ അയ്യപ്പ സംഗമത്തിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ PSCക്കൊക്കെ ചോദ്യം ഉണ്ടാവുകയെ. അടുത്ത PSC പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. ഇത് ഓർമ്മിച്ച് നോക്കണേ. 4126 മറന്നു പോകരുത്. 4126 പേർ അടുത്ത PSC പരീക്ഷക്കോ അല്ലെങ്കിൽ അടുത്ത ഇത്തരം പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിണറായി വലിയസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? അപ്പം പറയണം 4126. 4125 എന്ന് പറഞ്ഞു പോയത് 4126. അങ്ങനെ ആ വാർത്തയെ പിന്നെ ഒരുപാടുണ്ട്. വലിയ മാറ്റങ്ങളുടെ തുടക്കം ആരാ പറയുന്നത് അറിയോ? പ്രശാന്ത്. വലിയ മാറ്റങ്ങളുടെ തുടക്കം. അതാണ് മൂപ്പര് ഇന്നലെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചത്. ശബരിമല സിന്ദാബാദ് എന്ന് വിളിച്ചത് ഇന്നലെയാണ്. സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞാണ്ട് മറ്റേ ഇത് കാണിച്ചല്ലോ, ഈ ഗോഷ്ഠി കാണിച്ചല്ലോ. അതാണ് മൂപ്പര് പറയുന്നത് വലിയ മാറ്റങ്ങളുടെ തുടക്കം. PS പ്രശാന്ത് പറയാണ്. പിന്നെന്താണ്? ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കും മന്ത്രി വി എൻ വാസവന്റെ പ്രസ്താവന. അപ്പൊ അങ്ങനെ ഈ പേജ് മുഴുവനും അങ്ങനെ കള്ളത്തരങ്ങളെ. ഇനി അടുത്ത പേജിൽ അത് തന്നെയാണ്. എതിർക്കുന്നവർക്ക് പ്രത്യേക അജണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എതിർക്കുന്നവർക്ക് പ്രത്യേക അജണ്ട. യഥാർത്ഥ വിശ്വാസികൾക്ക് അതേ ചെയ്യാൻ. ഇപ്പോ പിണറായി വിജയനാണ് യഥാർത്ഥ വിശ്വാസി. ഇനി മുതൽ അതുകൊണ്ട് കേരളത്തിലെ യഥാർത്ഥ വിശ്വാസി ആര്? പിണറായി വിജയൻ. കേരളത്തിൽ അയ്യപ്പനോടുള്ള യഥാർത്ഥ വിശ്വാസി ആര്? പിണറായി വിജയൻ.
ഭഗവത്ഗീത വായിച്ച് ഭഗവത്ഗീത സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ആര്? പിണറായി വിജയൻ. മറ്റേ സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടേ, സന്ദീപാനന്ദഗിരി. പണ്ട് ഈ യുവതികളൊക്കെ ശബരിമലയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് സന്ദീപാനന്ദഗിരി. നമ്മുടെ മറ്റേ കനകദുർഗക്കും പിന്നെ അതിന്റെ കൂടെയുള്ള എന്താണ് ബിന്ദു അമ്മിണിയോ പിന്നെ രഹന ഫാത്തിമ ഇവർക്കൊക്കെ അനുമതി നിഷേധിച്ച പോലെ സന്ദീപാനന്ദഗിരിനോട് പറഞ്ഞു, ഇമ്മാരി വർത്താനം കൊണ്ട് ഇനി വരണ്ട, നമ്മളൊക്കെ പ്ലേറ്റ് മാറ്റി, നിങ്ങൾ പ്ലേറ്റ് മാറ്റണ്ട, ഞങ്ങളിപ്പോ ശബരിമല ശാസ്താവിന്റെ സ്വന്തം ആൾക്കാരാണെന്ന് പറഞ്ഞു. അങ്ങനെ എതിർക്കുന്നവർക്ക് പ്രത്യേക അജണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ അയ്യപ്പ സംഗമത്തെ എതിർക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീർത്ഥാടകർ അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്തു. മുപ്പിൽ പറയാണ് സ്വാഗതം ചെയ്തു. അങ്ങനെ 4.5 വർഷം ദേവസ്വങ്ങൾക്ക് നൽകിയത് 232 കോടി. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.